ആരാധന അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അതിന്റെ പേരിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ? നോക്കൂ, നിങ്ങള് മക്ബറകളിലേക്ക്, ദർഗകളിലേക്ക്, മക്കാമുകളിലേക്ക് പണം കൊടുക്കാറില്ലേ? നമ്മൾ ഇതൊക്കെ പറയുമ്പോ പറയാറുള്ളത് ഇവർക്ക് സിയാറത്തില്ലേ, ഇവർക്ക് ഖബർ സന്ദർശനമില്ലേ, ഇവർക്ക് ഔലിയാക്കളില്ലേ എന്ന തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് ഇസ്ലാമിലുള്ള സിയാറത്ത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ വിശ്വാസം കൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു രംഗം നോക്കൂ നിങ്ങള്. ഞാനിപ്പോൾ വരുന്നത് എന്റെ വീട് വയനാട്ടിലാണ്. ആ വയനാട്ടിൽ നിന്ന് വരുമ്പോ ഉടുങ്ങാക്കാട് മക്കാമിലേക്ക് നാണയത്തുട്ടുകൾ വലിച്ചെറിയുന്നത് കാണാം. അതവിടെ മാത്രമല്ല, പക്രന്തളത്തുണ്ട്, മമ്പുറത്തുണ്ട്, നാടുകാണിയിലുണ്ട്, നാട്ടുകല്ലിലുണ്ട്, കാഞ്ഞിരമറ്റത്തുണ്ട്. വാഹനങ്ങളിൽ നിന്ന് പണമെറിഞ്ഞു കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊരു ദരിദ്രനാണ്, ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്റെ പോക്കറ്റിൽ എറിഞ്ഞു കൊടുക്കാൻ നാണയത്തുട്ടില്ലെന്ന് വിചാരിക്ക്, എന്റെ പോക്കറ്റിൽ ഭണ്ഡാരപ്പെട്ടിയിലിടാനുള്ള പണമില്ലെന്ന് വിചാരിക്ക്. പക്ഷെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് കുട്ടികളെ കിട്ടണമെന്നുണ്ട്, എന്റെ രോഗം മാറണമെന്നുണ്ട്, ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നുണ്ട്. കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ, എറിഞ്ഞു കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരിൽ, ഭണ്ഡാരപ്പെട്ടിയിലിടാനുള്ള നോട്ടുകെട്ടില്ലാത്തതിന്റെ പേരിൽ എന്റെ രോഗം മാറ്റില്ലേ പടച്ചോൻ, എനിക്ക് കുട്ടികളെ തരില്ലേ പടച്ചോൻ, ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കില്ലേ പടച്ചോൻ, ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ. പണക്കാരന്റെ പണത്തിന്റെ കനം നോക്കി പ്രസാദിക്കുന്ന പടച്ചവനെ പരിചയപ്പെടുത്തിയതാരാ? അത് പരിശുദ്ധ ഖുർആനല്ലല്ലോ, അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലല്ലോ, അത് വേദഗ്രന്ഥമല്ലല്ലോ, അത് അല്ലാഹു അല്ലല്ലോ. എങ്കിൽ മുഅ്മിനീങ്ങളെ തിരിച്ചറി, അല്ലാഹു നിങ്ങളുടെ പണത്തിന്റെ കനം നോക്കി പ്രസാദിക്കുന്നവനല്ല. പണമുള്ളവന്റെയും പാവപ്പെട്ടവന്റെയും ധനികന്റെയും ദരിദ്രന്റെയും ഏത് മനുഷ്യന്റെയും മനസ്സറിയുന്നവൻ. നിങ്ങൾക്ക് പൈസ ഉണ്ടോ? കൊടുക്കാനുള്ള മാർഗം ഇസ്ലാമിലുണ്ട്. അത് പാവങ്ങളിലേക്കുള്ള സ്വതക്കയാണ്, പാവങ്ങളിലേക്കുള്ള ധർമ്മമാണ്, അത് സക്കാത്താണ്. അല്ലാതെ പടച്ചോനെ പൈസ കൊടുത്ത് പ്രീതിപ്പെടുത്തുന്ന ഏർപ്പാട് ദീനിൽ ഇസ്ലാമിലില്ല. അതാര് കൊണ്ടുവന്നാലും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ മതി. ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയം കൂടിയാണ്, ഒപ്പം ഇഹലോകത്ത് നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള വിഷയവും കൂടിയാണ്. ഇനി നോക്കൂ നിങ്ങൾ, എന്താണ് ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഖബർ സന്ദർശിക്കണമെന്ന് പറഞ്ഞത്? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകബോധം ഉണ്ടാക്കാന്, മരണചിന്തയുണ്ടാക്കാന്. നമ്മുടെ നേതാവ് പഠിപ്പിച്ച ആ സിയാറത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. എത്രയോ ചെറുപ്പക്കാര് രണ്ട് ചെവിയിലും ഇങ്ങനെ ഹെഡ്ഫോൺ കുത്തിത്തിരികിയിട്ട് മൊബൈൽ ഫോണിന്റെ പാട്ടിൽ ഇങ്ങനെ ലയിച്ച് നടക്കുകയാണ്. ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനെ പറ്റി മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. കുറെ കളിക്കണം, കുറെ തിന്നണം, കുറെ അടിച്ചു പൊളിക്കണം. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, നീ എവിടേക്കാ പോകുന്നത്? എങ്ങോട്ടാ നിന്റെ ഈ യാത്ര? ഈ ചോരത്തിളപ്പൊക്കെ തീരാനധികം സമയം പോണോ? നീ ഒരു നിമിഷം ബൈക്കൊന്ന് തെന്നിയാൽ നിന്റെ തലയോട്ടി റോഡിൽ ചിതറിപ്പോകും. നിന്നെ എങ്ങാനും ഖബറിന്റെ മണ്ണറയിൽ കൊണ്ടുപോയി വച്ചാല് കൃത്യം 7 ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ശരീരം മുഴുവനും ദ്രവിക്കാൻ തുടങ്ങും. പിന്നെ ശരീരം അങ്ങ് പൊട്ടും, അതിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. നീ ജിംനേഷ്യത്തിൽ പോയി പിടിപ്പിച്ച മസിലുകൾ അതിന്റെ മുഴുവനും അത് മുഴുവനും പുഴുക്കളിരിക്കാൻ തുടങ്ങും. അവിടെ മുഴുവനും അസഹ്യമായ ദുർഗന്ധമായിരിക്കും. നീ പൗഡറിട്ട്, നീ ക്രീമിട്ട് കൊണ്ട് നടന്ന നിന്റെ മുഖം അവിടെ മുഴുവനും മാംസങ്ങൾ മുഴുവനും അവിടത്തേക്ക് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങും. നിന്റെ 2 കണ്ണിന്റെ ഭാഗത്ത് ഉറുമ്പരിച്ച് അത് മുഴുവനും ഓട്ടയായി തീരും. കൃത്യം അടുത്ത ആഴ്ച ഇന്ന് രാത്രി മലക്കുൽ മൗത്ത് ജീവിതം അങ്ങ് തിരിച്ചു കൊണ്ടുപോയി നമ്മുടെ ജീവിതം അങ്ങ് അവസാനിച്ചാല് പിന്നെ നമ്മുടെ കമ്പനി നമ്മുടെ കൂടെയില്ല, പേര് കുടിച്ച കൂട്ടുകാര് നമ്മുടെ കൂടെയില്ല, ബ്രാൻഡി കുടിച്ച കൂട്ടുകാര് നമ്മുടെ കൂടെയില്ല, ഭാര്യ നമ്മുടെ കൂടെയില്ല, മക്കള് നമ്മുടെ കൂടെയില്ല, രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാര് നമ്മുടെ കൂടെയില്ല, കെട്ടിയുയർത്തിയ മണിമാളികയിൽ നമ്മുടെ മയ്യത്ത് കബറടക്കുന്നില്ല, വാങ്ങിവെച്ച കാറിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്നില്ല. പോയി കിടക്കണ്ടേ ഈ കബറില്? കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അതാണ്.
ആ ഖബറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഓർമ്മ വരണം, ഞാനും വന്ന് കിടക്കേണ്ടുന്ന ലോകമാണെന്നുള്ള ചിന്ത വരണം. കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സിയാറത്തതാ, സ്വഹാബികൾ ചെയ്ത സിയാറത്തതാ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്ത സിയാറത്തതാ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ച സിയാറത്തതാ. അവരാരും മൂടാനുള്ള തുണി കൊണ്ടുപോയിട്ടില്ല, അവരാരും കത്തിക്കാനുള്ള ചന്ദനത്തിരി കൊണ്ടുപോയിട്ടില്ല, അവരാരും പുതക്കാനുള്ള പട്ട് കൊണ്ടുപോയിട്ടില്ല, അവരാരും ഖബറിന്റെ ഭണ്ഡാരപ്പെട്ടിയിൽ പണമിട്ടിട്ടില്ല, അവരാരും ഖബറിന്റെ അടുത്ത് എണ്ണ കത്തിച്ചു വെച്ചിട്ടില്ല, ആ എണ്ണ എടുത്തു കൊണ്ടുവന്നിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയി വന്നവരോടൊന്ന് ചോദിച്ചു നോക്ക്, ആ തിരുദൂതരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താ കേരളത്തിൽ കാണുന്നത് പോലെ ചെയ്യാൻ പറ്റിയത്? നിങ്ങൾ ആ ഖബർ മുത്തിമണത്തോ? നിങ്ങൾ അവിടെ ചന്ദനത്തിരി കത്തിച്ചോ? നിങ്ങൾ ആ ഖബറിന്റെ മുകളിൽ പട്ട് വിരിച്ചോ? നിങ്ങൾ ആ ഖബറിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് എണ്ണയൊന്ന് തരുവോ? ഹാജിമാര് തരൂല. കാരണം എന്താണെന്നറിയോ? ലോക നേതാവ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ, മരിക്കാൻ കിടക്കുന്ന രോഗത്തിന്റെ അവസ്ഥയിൽ പത്നിമാലൊരാളെ വന്ന് കണ്ട കാഴ്ചയെ പറ്റി പറഞ്ഞു. ആ കാഴ്ചയെ പറ്റി പറഞ്ഞപ്പോൾ തിരുദൂതര് പ്രതിവചിച്ചു, മുൻഗാമികളായ ആളുകളെ അള്ളാഹു ശപിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ? അമ്പിയാക്കളുടെ ഖബറിനെ അവർ ആരാധനാ കേന്ദ്രമാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് പടച്ചോനോട് മുത്തനബി ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രീ വസന യുഅബദ, എന്റെ ഖബറിനെ അത്തരമൊരു കേന്ദ്രമാക്കല്ല, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല നാഥാ. അതുകൊണ്ട് മദീനത്ത് പോയാ നിങ്ങൾക്ക് അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നത് കാണൂല, പട്ട് വിരിക്കുന്നത് കാണൂല, എണ്ണ എടുത്തു കൊണ്ടുവരാൻ കാണൂല. ദുആ ചെയ്തത് ലോക നേതാവാണ്, അള്ളാനോടാ ചോദിച്ചത്, ഉത്തരം കിട്ടിയിരിക്കും. അത് തന്നെയാ അവിടെ കാണുന്നത്. എന്നാ പ്രിയമുള്ളവരെ, എങ്ങനെയാ നമ്മുടെ നാട്ടിലേക്ക് ഇത്തരം അനാചാരങ്ങൾ കടന്നു വന്നത്? ഒന്ന് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിച്ച മാർഗത്തിലൂടെ, സഹാബികൾ സഞ്ചരിച്ച മാർഗത്തിലൂടെ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ അല്ലാതെ നമുക്ക് തോന്നുന്ന കുറെ എന്തൊക്കെയോ ചെയ്ത്, നമുക്ക് തോന്നുന്ന കുറെ പുണ്യകർമ്മം ചെയ്ത് അങ്ങനെ സ്വർഗത്തിൽ എത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കതീറാ. അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അള്ളാന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവൻ, രണ്ട് പരലോകത്ത് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ. ദുനിയാവില് മനുഷ്യന്മാരെ കൈയടി കിട്ടും, ദുനിയാവില് മനുഷ്യന്മാരെ ചിരിക്കും. പക്ഷേ പരലോകത്ത് പടച്ചവനിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ആചാരം, എങ്കിൽ നിന്റെ അനുഷ്ഠാനം, എങ്കിൽ നീ ചെയ്യുന്ന സൽക്കർമ്മം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം കേട്ടോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിയാറത്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരുന്നാലും, എങ്ങനെയാ സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് റബീഉൽ അവ്വലിൽ ഒന്ന് മൗലിദ് ഓതിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ജാഥ നടത്തിയാൽ മതി. പ്രിയമുള്ളവരെ, ഇൻ കാന ഹുബ്ബുക സ്വാദിഖൻ ലാ തഅതഹു, ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്നേഹം സത്യമാണോ എങ്കിൽ നീ അത് പിൻപറ്റുകയാണ് വേണ്ടത്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നീ അത് കാണിക്കണം. നമ്മളോട് പലരും ചോദിക്കുന്നു, എന്തേ നിങ്ങൾ നെഞ്ചത്ത് കൈവെക്കുന്നത് നിസ്കരിക്കുമ്പോ? എന്താ നിങ്ങൾ നിസ്കാര ശേഷം കൂട്ടമായി ദുആ ചെയ്യാത്തത്? ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ സുബഹിക്കൊന്ന് കുനൂത്തോതാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ എന്താ ദിക്ർ ഹൽക്കയിലേക്ക് കാണാത്തത്? എന്താ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാ ബാങ്കിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ മുമ്പേ ചൊല്ലാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാ സ്വലാത്ത് നിത്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ സ്വലാത്ത് നഗറിലേക്ക് വരാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ മൗലിദ് ഓതാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാ കുത്തുബിയത്ത് ഓതാത്തത്? അങ്ങനെ എന്തെന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾ എന്തിനാ മരണ വീട്ടില് അവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ അവിടെ നിന്ന് ഖുർആൻ ഓതിയാല് നിങ്ങൾ എന്താ
എന്താ അവിടെ 70,000 ദിക്ർ ചെല്ലാത്തത്? നിങ്ങൾ എന്താ അവിടെ 3 മാണ്ട് മടിയന്തരവും കഴിക്കാത്തത്? അങ്ങനെ എന്തെന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, നമുക്കൊരൊറ്റ ഉത്തരമല്ലേയുള്ളൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു തന്നോ അതേ നമ്മൾ പിൻപറ്റുന്നുള്ളൂ. അവിടെ നിന്ന് എവിടെയാണോ കൈവച്ചത് അവിടെയേ കൈവെക്കുള്ളൂ. അവിടെ നിന്ന് 20,000-ത്തിലധികം തവണ ജമാഅത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ ദുആ ചെയ്യുള്ളൂ. അവിടെ നിന്ന് മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു അങ്ങനെയേ പെരുമാറുള്ളൂ. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം ഇത്തിബാഉസ് സുന്ന, ആ സുന്നത്തിനെ പിൻപറ്റലാണ്. മുത്തുനബിയോടുള്ള സ്നേഹപ്രകടനം വൈകാരികമാക്കുന്ന പലരുമുണ്ട്. ജലൻ പോസ്റ്റ് എന്നൊരു പറയുന്നൊരു പത്രത്തില് ആ നേതാവിന്റെ തലയിൽ ഒരു ബോംബ് കെട്ടിവെച്ച് ചിത്രം വരച്ചപ്പോ, ചുറ്റും കുറെ പെണ്ണുങ്ങളെ വരച്ചപ്പോ, ഇത് സ്ത്രീലമ്പടന്മാരുടെ നേതാവാണെന്ന് കളിയാക്കിയപ്പോ, ഇത് തീവ്രവാദികളുടെ നേതാവാണെന്ന് കാർട്ടൂൺ വരച്ച് പരിഹസിച്ചപ്പോ, ലോകത്തിന്റെ തെരുവീതികളിൽ നിന്ന് മുഷ്ടിച്ചുറ്റി മുദ്രാവാക്യമേറുന്നപ്പോ, എംബസുകളിലേക്ക് കല്ലെറിയാൻ ആളുകൾ പോയപ്പോ നമ്മൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? നമ്മൾ ആളുകളോട് പറഞ്ഞതെങ്ങനെയാണ്? തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ ജോസഫ് നബിയെ നിന്ദിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ചോദ്യപേപ്പർ തയ്യാറാക്കിയപ്പോഴും വൈകാരികമായി പ്രതികരിച്ച ആളുകളുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ആ ജോസഫിനോട് പ്രതികരിച്ചത്? ഞങ്ങൾ ജോസഫിന്റെ അടുത്തേക്ക് പോയിരുന്നു. 3.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ബാങ്കിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ജോസഫിനോട് പറഞ്ഞു, ഇതാ മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട്, അവിടെ നരകം കാത്തിരിപ്പുണ്ട്, അവിടെ സ്വർഗം കാത്തിരിപ്പുണ്ട്. ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടും, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ നരകത്ത് പോകും. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യില് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാ ഉള്ളത്, ഞാനൊരു മലയാളം പ്രൊഫസറാണ്, മലയാളം ഖുർആൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾ അതും കൊടുത്തു. നമുക്ക് ലോകത്തോട് പറയാനുള്ളത് അത് മാത്രമാണ്. വൈകാരിക പ്രകടനമല്ല, റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുള്ള നബിദിന റാലിയല്ല, ആ സമയത്ത് നടത്തുന്ന ഒരു മങ്കൂസും മൗലിദുമല്ല. പിന്നെയോ ആ നേതാവിനെ ഒപ്പിയെടുക്കണം. നമ്മള് 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ ലോകത്തിന് മുഴുവനും മാതൃകായോഗ്യമായൊരു ജീവിതം നയിച്ച നേതാവ്. നമുക്ക് തുറന്നു പറയാം ആരോടും. വിമർശനമുണ്ടോ? മറുപടി ഞങ്ങളിലുണ്ട്. ഞങ്ങൾ ആ ജീവിതം പകർത്തിയെടുക്കുന്നവരാണ്. വിമർശന വിധേയമായി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി ഞങ്ങളിലുണ്ട്. ചോദിക്കാം, പറയാം, ഞങ്ങളോടാകാം. കാരണം ഞങ്ങൾ ആ ജീവിതം ചാണിന് ചാണായും മുടത്തിന് മുടമായും അങ്ങനെ തന്നെ പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് ഏത് വിമർശകർക്കും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ടാകാം, മറുപടി ഞങ്ങളിലുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിച്ചത് എങ്ങനെയാണ്? ആ നേതാവിനെ അക്ഷരം പ്രതി നമ്മൾ പിൻപറ്റുന്നത് കൊണ്ട്, ആ പിൻപറ്റുന്നത് അഭിമാനബോധത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, സ്നേഹം ഒരു റബീഉൽ അവ്വലിൽ ഒതുങ്ങും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബികൾ എങ്ങനെയാ ജീവിതത്തിൽ ആ സ്നേഹം കാണിച്ചത്? അവിടത്തെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിലും ആലോചിക്കുക. നമ്മൾ സ്വർഗത്തിലെത്തണോ പരലോകത്ത് രക്ഷപ്പെടണോ? വേറെ മാർഗമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, സ്നേഹിക്കുക എന്നതല്ല. സ്വലാത്ത് ചൊല്ലണ്ടേ? വേണം. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഖുർആനാ പറഞ്ഞത്. പക്ഷെ അത് നാരിയത്ത് സലാത്തായാലോ? എന്താ നാരിയത്ത് സലാത്തിന്റെ കുഴപ്പം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതല്ല, സഹാബികൾ ചൊല്ലിയതല്ല, മദ്ഹബിന്റെ ഇമാമികൾ പഠിപ്പിച്ചതല്ല എന്നൊക്കെ ഇരിക്കട്ടെ.